ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എഴുന്നിട്ട് നമ്മളൊരു കാപ്പിയൊക്കെ കുടിച്ചു. രാവിലത്തെ കാപ്പി ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. അങ്ങനെ നമ്മൾ കപ്പയ്ക്കത്തോരൻ ഉണ്ടാക്കാനുള്ള സവാള അരിയുകയാണ്. പിന്നെ ഈ മിക്സി വളരെ ഉപകാരപ്പെട്ടതാണ്. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഈ കപ്പയ്ക്കത്തോരനുള്ള കപ്പയ്ക്ക ക്രഷായിട്ട് അതിവേഗം കിട്ടുന്നുണ്ട്. കണ്ട നല്ല ഇതായിട്ടില്ലേ. അങ്ങനെ നമ്മൾ കപ്പയ്ക്കത്തോരൻ ഉണ്ടാക്കുകയാണ്. കപ്പയ്ക്ക അരിഞ്ഞ് കപ്പയ്ക്ക തോരൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇന്ന് മീൻ കിട്ടിയത് ചെങ്കലവയും മത്തിയുമായിരുന്നു. അങ്ങനെ ഞാൻ മത്തി എടുത്ത് വൃത്തിയാക്കായിരുന്നു. കുഞ്ഞു മത്തിയായിരുന്നു കിട്ടിയത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മീൻ കറിക്കുള്ള തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മീൻ കറി വെക്കാനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻകറിക്ക് വേണ്ടിയാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. ചെങ്കലവ കറി വെക്കാനാണ്, പുളിമുളകും കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ ചട്ടിക്കകത്തോട്ട് ഇതെല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്ത് പച്ചമണം മാറുന്നിടം വരെ മൂപ്പിച്ചെടുത്തിട്ട് തക്കാളി അതുമെല്ലാം മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഈ കൂട്ടിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ചാറെല്ലാം ഇട്ട് അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചു. എന്നിട്ട് നമുക്ക് 2-3 ചെങ്കലവ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് വറുക്കാനുള്ള കൂട്ടുകളെല്ലാം തയ്യാറാക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീനുള്ള അരപ്പെല്ലാം തിളച്ച് വന്നു. അങ്ങനെ ഞാൻ മീനെടുത്ത് ചട്ടിക്കകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുകയാണ്. അങ്ങനെ പിന്നെ ചെങ്കലവ വറുക്കാനുള്ള എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേന് ചെങ്കലവയൊക്കെ ഇട്ട് അവിടെ കിടന്ന പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴപ്പോഴുള്ള പാത്രം ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കും. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.